ഹായ് ഫ്രണ്ട്സ്, ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ എണീറ്റപ്പോൾ തന്നെ നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവച്ചി വിജയശേഖരൻ മണിക്കൂട്ടനൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. ആദ്യം ഞാൻ വെള്ളം വെച്ചു, എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ പിന്നെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ 2 പേർക്കുള്ള പാല് മാറ്റി വെച്ചു. മണിക്കൂട്ടനും വാവച്ചിക്കും ഞങ്ങൾക്ക് മാത്രമുള്ള അതിൽ വേഗം ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്ന് കാലത്ത് എന്തുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അരിപ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മക്കളെ എണീറ്റിട്ട് അവരോട് ചോദിച്ചിട്ട് എന്താ അവർക്ക് ഇഷ്ടം വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ നാളികേരാണെങ്കിൽ ഉണ്ടായിരുന്നില്ല, ഒരു മുറി നാളികേരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നൂലപ്പൂ നാളികേരപ്പാലും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ അരിച്ച് വെച്ചതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് ചെടികളൊക്കെ നനച്ചിട്ട് വേഗം മിറ്റൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം 2 ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ബിജാഷേട്ടന് 1 ഗ്ലാസ് ചായ കൊടുത്തു. ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ സംസാരിച്ചിരുന്നു. എന്നിട്ടാണ് പിന്നെ മുരിങ്ങക്കായ കുറേ ഒരുവിധം മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കുറച്ചൊക്കെ പൊട്ടിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് പോകുമ്പോഴേ അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി നിൽക്കുന്നുണ്ട്, അതിവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ മുരിങ്ങക്കായൊക്കെ പൊട്ടിച്ച് അവിടെ മാറ്റി വെച്ചതിന് ശേഷം വേഗം ഞാൻ നൂലപ്പം അപ്പോഴേക്കും മണിക്കൂട്ടിന് വാവിച്ച് എണീറ്റിട്ട് പല്ല് തേപ്പും 1 ഗ്ലാസ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ഇന്ന് ഉച്ചതിരിഞ്ഞൊരു കല്യാണം ഉണ്ട്, കല്യാണത്തിന് പോകണം. ഞങ്ങളുടെ കൂടെ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ മകൻ്റെയാണ് കല്യാണം. അപ്പോൾ അതിന് പോകണം. അപ്പോഴേക്കും പണികളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് പണിയും കൂട്ടാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3:30-4 മണിയാകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. റിസപ്ഷനാണ്, അപ്പോൾ ചിറ്റണ്ടയിലാണ്. അപ്പോൾ തിരൂരിൽ നിന്ന് അവിടെയുള്ളവരൊക്കെ കൂടിയിട്ട് ഒരു വണ്ടി വിളിച്ച് വരാം. അതിൽ എനിക്കിവിടെ പാർലിക്കാട്ടിൽ നിന്ന് കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം സോയാബീൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് വേഗം ഒന്ന് ഇങ്ങനെ തിളച്ച വെള്ളത്തിലിടാനേ അതൊന്ന് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് വേഗം നൂലപ്പൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നാളെ അമ്മ മീൻ തന്നയച്ചത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം വെള്ളം ഒഴിച്ചിട്ട് ഐസ് മാറാനായിട്ട് വെച്ചു. അപ്പോൾ ഞാൻ ഒരു തട്ട് ഞാൻ ഉണ്ടാക്കി. പിന്നെ എനിക്ക് പിഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് കൈവേദന കിട്ടി. അപ്പോൾ എനിക്ക് മണിക്കൂട്ടം പിഴിഞ്ഞ് തന്നു. അപ്പോൾ അങ്ങനെ നൂലപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം വേഗം ഞാൻ മീൻകറി സോയാബീനൊക്കെ വറുത്തു. എന്നിട്ട് ഞാൻ അവർക്കൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ചു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നിൽക്കുമ്പോൾ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെക്കാനായിട്ട് നിന്നു. അവർ വിളിക്കുമ്പോൾ ഇവിടുന്ന് പോയാൽ മതിയല്ലോ, നമുക്ക് അത്ര ദൂരമൊന്നുമില്ല. അപ്പോഴേക്കും അവർ വിളിച്ചപ്പോൾ ബിജാഷേട്ടൻ എന്നെ പാർലിക്കാട് വരെ കൊണ്ടുവന്നാക്കി തന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കല്യാണ വീട്ടിലെത്തി. നല്ല അടിപൊളി കല്യാണം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഓരോ ഗ്രൂപ്പുകളുണ്ട്, അതിലുള്ള ആളുകളോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ അങ്ങനെ ഈ കുട്ടി ഇവൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങളും ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.